ശ്രീജിത്ത് സാർ നമസ്കാരം. അമേരിക്കയിൽ നിന്ന് ട്രംപ് അതായത് ഭാരതീയരായിട്ടുള്ള ഒരുപാട് ആളുകളെ കൈയും കാലും കെട്ടി വിമാനത്തിൽ കയറ്റി പറഞ്ഞയച്ചിരിക്കുന്നു. മൈ ഫ്രണ്ട് എന്ന് മോദി വിളിച്ച ട്രംപ് തന്നെയാണോ ഈ ഒരു മോശമായ കാര്യം ചെയ്തിരിക്കുന്നത് എന്ന് തുടങ്ങിയ വിമർശനങ്ങളാണ് ഇല്ലീഗൽ മൈഗ്രൻസുമായി ബന്ധപ്പെട്ട് ആളുകളെ ഇങ്ങോട്ട് കയറ്റി അയച്ച കാര്യത്തിൽ വിമർശനങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ മോദിയെ ആക്രമിക്കുന്നുണ്ട്, കേന്ദ്ര സർക്കാരിനെ ആക്രമിക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യമെന്നത് പല രീതികളിലാണ് ആളുകളിലേക്ക് എത്തുന്നത്. പലരും പറയുന്നത് സംഘികളെയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത്, നിങ്ങളെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട് ചതിച്ചല്ലോ എന്നൊക്കെ തുടങ്ങിയ ട്രോളുകളൊക്കെ ഉണ്ട്. എന്തായാലും ഈ ട്രംപിൻ്റെ ഈ ഒരു നിലപാട്, ട്രംപ് എന്തുകൊണ്ടായിരിക്കും ഈ തരത്തിൽ ഒരു കാര്യം ചെയ്തിരിക്കുക? അത് ഈ പറയുന്ന പോലെ മനുഷ്യാവകാശങ്ങൾക്കൊക്കെ അതീതമായിക്കൊണ്ട് കയ്യും കാലും കെട്ടി കൊണ്ടുവരുന്നതിനോട് യോജിക്കാമോ എന്നുള്ളതാണ് ചർച്ച. ഇതിൽ എന്താണ് യാഥാർത്ഥ്യം? നമസ്കാരം പ്രാർത്ഥന. അപ്പോൾ ആദ്യം ഇതിൽ പറയാനുള്ളത് എന്താണ് US-ലെ പോളിസി എന്നുള്ളതാണ്. നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടുന്നു എന്ന ഒരു ആംഗിളിൽ നിന്നുകൊണ്ട് മറ്റൊരു രാജ്യത്തുള്ള ഇമിഗ്രേഷൻ നിയമങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അർത്ഥമില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അമേരിക്കയുടെ പ്രശ്നം എന്താണ്, അമേരിക്ക നേരിടുന്ന വിഷയം എന്താണ്, അതിനെ ടാക്കിൾ ചെയ്യാനായിട്ട് അവരുടെ ഇമിഗ്രേഷൻ ലോസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം, അനധികൃത കുടിയേറ്റം എന്നത് അമേരിക്ക പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമേ അല്ല. അവരുടെ കണക്കനുസരിച്ച് തന്നെ പ്യൂ റിസർച്ച് സെൻ്റർ ഉണ്ട്. അവരുടെ ഒരു കണക്കനുസരിച്ച് ഏതാണ്ട് 7 ലക്ഷത്തിലധികം ഇന്ത്യക്കാർ തന്നെ അനധികൃത കുടിയേറ്റക്കാരായിട്ട് അവിടെയുണ്ട്. ഇപ്പോൾ ലീഗലൈസ്ഡ് ആയിട്ടുള്ള മൈഗ്രൻസ് അല്ല, അല്ലാത്ത ആൾക്കാർ. അമേരിക്കയിലെ ഫെഡറൽ നിയമമുണ്ട്. അതായത് അമേരിക്കയിലുള്ള എല്ലാ സ്റ്റേറ്റുകളിലും ബാധകമായിട്ടുള്ള ഫെഡറൽ നിയമം അനുസരിച്ച് അമേരിക്കയിലേക്കുള്ള അനധികൃത കുടിയേറ്റം എന്ന് പറയുന്നത് ഒരു ക്രൈമാണ്, ഒരു ഫെഡറൽ ക്രൈമാണ്. എന്ന് വെച്ചാൽ അത് ചെയ്തിരിക്കുന്ന ആൾക്കാർ ആരാണോ അവർ കുറ്റവാളികൾ, വെറുതെ കുറ്റവാളി ആവുകയല്ല. ഒരാളിനെ അവർ പിടിച്ചു കഴിഞ്ഞാൽ ആ പിടിച്ചിരിക്കുന്ന ആളിനെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസിൻ്റെ ഭാഗമായിട്ട് കോടതികളിൽ കൊണ്ടുവരും. കോടതികളിൽ അവരുടെ രേഖകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യാം. അവർക്ക് അവരുടെ എംബസികളെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അതെല്ലാം പരിശോധിച്ചതിന് ശേഷം കോടതിയാണ് തീരുമാനിക്കുന്നത് ഇയാളൊരു കുറ്റവാളിയാണോ അല്ലയോ എന്ന്. കുറ്റവാളിയാണെങ്കിൽ അയാൾക്ക് കിട്ടുന്ന ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വമേധയാ അയാളുടെ സ്വന്തം പണം മുടക്കി അയാൾക്ക് രാജ്യത്ത് നിന്ന് പുറത്തു പോകാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അതിന് അവർ വോളണ്ടറി ഡിപ്പാർച്ചർ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് തയ്യാറാകുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ വെച്ച് പോകാം. അത് പോയില്ല എങ്കിൽ ഡിറ്റൻഷൻ ക്യാമ്പുകളിൽ ഇവർ തുടരും. എന്നിട്ട് സർക്കാർ എപ്പോഴാണോ അവരെ ഡീപ്പോർട്ട് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത് ആ സമയത്ത് ഡീപ്പോർട്ട് ചെയ്യും. ഡീപ്പോർട്ട് ചെയ്യുന്നതിന് തന്നെ ഈ വ്യോമമാർഗം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, അവർക്ക് സിവിലിയൻ എയർക്രാഫ്റ്റ് ഉപയോഗിക്കാം. അതല്ല എങ്കിൽ അവരുടെ പോളിസി അനുസരിച്ചിട്ട് സൈന്യത്തിൻ്റെ എയർക്രാഫ്റ്റ് ഉപയോഗിക്കാം. ഈ 2ലാണെന്നുണ്ടെങ്കിലും ഇവർക്ക് ആൾക്കാരെ ഈ ചെയിൻ ചെയ്യുന്നതിനുള്ള ഒരു പ്രൊവിഷനുണ്ട്. അതായത് അവർക്ക് റെസ്ട്രെയിൻസ് ഉപയോഗിക്കാം. ആ റെസ്ട്രെയിൻസ് ഏതൊക്കെയാണ് എന്ന് പോലും അവരുടെ പോളിസിയിൽ പറയുന്നുണ്ട്. സ്റ്റീൽ കൊണ്ടോ പ്ലാസ്റ്റിക് കൊണ്ടോ ഉണ്ടാക്കിയിരിക്കുന്ന ഹാൻഡ് കഫ് അല്ലെങ്കിൽ കയ്യാമം അവർക്ക് ഉപയോഗിക്കാം. കാലുകളിൽ അയൺ ഷാക്കിൾസ് അവർക്ക് ഉപയോഗിക്കാം. അതേപോലെ ബെല്ലി റെസ്ട്രെയിൻ്റ് ഉണ്ട്, വയറ് ചേർത്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ കെട്ടാവുന്ന സാധനങ്ങളുണ്ട്. മാർട്ടിൻ ചെയിൻ ഉണ്ട്. ഇങ്ങനെ നിരവധി കാര്യങ്ങൾക്ക് ഇവർക്ക് ഉപയോഗിക്കാം എന്ന് ഇവരുടെ പോളിസിയിൽ പറയുന്നുണ്ട്. ഇതിന് വിഘാതമായിട്ടുള്ള ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇതൊരു ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആകും. കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സിവിലിയൻ എയർക്രാഫ്റ്റിൽ ആൾക്കാരെ കൊണ്ടുവരുമ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ മാധ്യമ ശ്രദ്ധ, ആഗോള ശ്രദ്ധ, രാഷ്ട്രങ്ങളുടെ ശ്രദ്ധയൊക്കെ തന്നെ ഈ വിഷയത്തിലുണ്ടാകും. കാരണം നിരന്തരമായിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. സിവിലിയൻ എയർക്രാഫ്റ്റിലാണ് പൊതുവെ അവരാൾക്കാരെ കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് വളരെ ഡിസ്ക്രീറ്റ് ആയിട്ടാണ് ഇവരെ ഈ മറച്ച് ഒക്കെ കൊണ്ടുവരിക. ഇവരുടെ കയ്യാമവും കാര്യങ്ങളും ഒക്കെ നിയമത്തിൽ തന്നെ അങ്ങനെ പറയുന്നുണ്ട്. സിവിലിയൻ എയർക്രാഫ്റ്റ് അവിടെ ഒരു ചെറിയ സംശയം, അതായത് പല ആളുകളും നമ്മളിപ്പോൾ ചർച്ചയ്ക്കൊക്കെ ഇരിക്കുന്ന സമയത്ത് രാഷ്ട്രീയ നിരീക്ഷകന്മാരായിട്ടുള്ള മറ്റു പല ആളുകളോടും ചോദിക്കുമ്പോൾ ചില ആളുകളൊക്കെ വിമർശനപരമായിട്ട് പറയുന്നത്, ഇപ്പോൾ തീവ്രവാദപരമായിട്ടുള്ള അല്ലെങ്കിൽ ഹമാസിന് അനുകൂലമായിട്ട് പ്രകടനം നടത്തിയിട്ടുള്ള ആളുകളെയൊക്കെ നിങ്ങൾ ഈ രീതിയിൽ കൊണ്ടുവരുന്നതിനോട് പ്രശ്നമില്ല, പക്ഷേ ഇല്ലീഗൽ മൈഗ്രൻസ് എന്ന് പറയുന്ന ചിലപ്പോൾ ചില പാസ്പോർട്ടിൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ടായിരിക്കാം, അല്ലെങ്കിൽ ചില എന്തെങ്കിലും തരത്തിൽ അവിടെ ജീവിക്കാനായി ഏതെങ്കിലും തരത്തിൽ അനധികൃതമായി കടന്നു കയറിയ ആളുകളുണ്ടായിരിക്കാം. അവരെയൊക്കെ മറ്റൊരു വിമാനത്തിൽ കയറ്റി ഒരു മാനുഷിക പരിഗണന കൊടുത്തുകൂടെ? ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ വർഗീയ അല്ലെങ്കിൽ അമേരിക്കയുടെ നാഷണാലിറ്റിക്കെതിരെ പ്രവർത്തിച്ചെതിരെ ആളുകളൊക്കെ ഉണ്ട്, അവരെയൊക്കെ നിങ്ങൾ അല്ലാതെ കൊണ്ടുവന്നുള്ളൂ എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ട്. ഇതാണ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. ഇല്ല, ഞാനതിൽ യാതൊരു വിധത്തിലുള്ള കൺഫ്യൂഷനും കാണുന്നില്ല. അമേരിക്ക എന്ന് പറയുന്നത് അമേരിക്കയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്. അവിടേക്ക് അധികമായിട്ട് അവർ അനുവദിക്കുന്ന ആൾക്കാർ ലീഗലായിട്ടുള്ള ഇമിഗ്രൻസ് ആണ്. അതുകൊണ്ടാണ് ട്രാവൽ ഡോക്യുമെൻ്റ്. അപ്പോൾ ഇവർക്ക് തോന്നുന്ന രീതിയിലത്തേക്ക് അവിടെ പോകാമെങ്കിൽ മറ്റ് ലീഗലായിട്ടുള്ള ഈ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് അവിടെ വന്നിരിക്കുന്ന ആൾക്കാർ വിഡ്ഢികളാണ്? അല്ല.
അപ്പോൾ ഈ അമേരിക്കയിലുള്ള ഇല്ലീഗൽ മൈഗ്രൻസ് കുറ്റവാളികൾ തന്നെയാണ് എന്നതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവർക്കൊരു ഫെയർ ട്രയൽ കിട്ടുന്നുണ്ട്. നേരത്തെ ഈ പറഞ്ഞതുപോലെ പാസ്പോർട്ട് സംബന്ധമായിട്ടോ വിസ സംബന്ധമായിട്ടോ അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എംബസിയുടെ സഹായം തേടിയതിനു ശേഷം ഇതിനെ പരിഹരിക്കാനുള്ള ഒരു മാർഗമുണ്ട്. ഇനി കോടതിയുടെ വിധിയെ തന്നെ അപ്പീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവർക്ക് ഡോക്യുമെന്റേഷനുമായിട്ട് മുന്നോട്ട് പോകാനുള്ള മാർഗമുണ്ട്. ഈ പറയുന്ന കൂട്ടരാരും തന്നെ ഇതൊന്നും തന്നെ സ്വീകരിച്ചിട്ടുള്ളവരല്ല. എന്ന് വെച്ചാൽ ഒന്നുകിൽ അവർ വ്യവസ്ഥാപിതമായ മാർഗങ്ങളിൽ കൂടി അവർ അമേരിക്കയിലേക്ക് കയറുകയും അവിടെ നിന്ന് അവരുടെ വിസ കാലാവധി കഴിയുന്ന സമയത്ത് അവർ ഓവർസ്റ്റേ ചെയ്ത് അവിടെ നിൽക്കുകയും ചെയ്തു. ഇത് ചെയ്യുന്ന സമയത്ത് അവർക്ക് വ്യക്തമായിട്ട് മറ്റാരെക്കാളും നന്നായിട്ട് അറിയാം ഇത് ഇല്ലീഗലാണ് എന്ന്, പിടിച്ചാൽ എന്താണ് പരിപാടി എന്നതിനെ പറ്റി അവർക്ക് കൃത്യമായിട്ട് അറിയാം. എന്നിട്ടും അവർ ആ റിസ്ക് എടുത്തിരിക്കുന്ന ആൾക്കാരാണ്. ഇനി മറ്റൊരു വിഭാഗം ആൾക്കാർ ഡോക്യുമെന്റ് ഫോൾസിഫൈ ചെയ്തിട്ട് പോകുന്ന ആൾക്കാരാണ്. അത് അപ്പോൾ തന്നെ ഒരു ക്രൈമായി മാറിയിട്ടുണ്ട്. അത് പിന്നെ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. ഇനി മൂന്നാമത്തെ ആൾക്കാർ യാതൊരു വിധത്തിലുള്ള ഡോക്യുമെന്റും ഇല്ലാതെ മറ്റേതെങ്കിലും മാർഗത്തിൽ മറ്റ് ഇതര രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ അവിടെ അഭയാർത്ഥികളായിട്ടൊന്ന് ഉള്ളൊക്കെ പറഞ്ഞ് എത്തുന്നത് പോലെ തന്നെ ഇല്ലീഗൽ മൈഗ്രൻ്റ് ആയിട്ട് പ്രവേശിക്കുന്നവരാണ്. അവരും ആ ബോർഡർ കടക്കുന്നതോടുകൂടി അവർ ക്രിമിനൽസ് ആണ്. കാരണം അവർ ചെയ്യുന്നത് ആ രാജ്യത്തിൻ്റെ ഫെഡറൽ നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ആ രാജ്യത്ത് വെച്ചു പൊറപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ആ രാജ്യത്തിൻ്റെ നയം. അത് ശരിയായ നയമാണ്. കാരണം ഇങ്ങനെയുള്ള ആൾക്കാർ അവിടെ താമസിക്കുന്ന സമയത്ത് അതുകൊണ്ടൊരു സാമൂഹ്യ സുരക്ഷാ ഭീഷണി ഉണ്ടാകുന്നുണ്ട്. ഇവരാരാണ് ഏതാണെന്ന് അറിയില്ല. ഇപ്പോൾ പാർത്ഥൻ നമ്മുടെ വീടിനടുത്ത് ഒരു പേരുമില്ലാത്ത ആരൊക്കെയോ വന്ന് സ്ഥിരമായിട്ട് അവിടെ താമസിക്കുന്നു. അവർ എന്തൊക്കെയോ കശപിശയും ബഹളവും ഒക്കെ അവരുടെ ഭാഗമായിട്ട് മാത്രം നിൽക്കുന്നു. വളരെ ഡിസ്ക്രീറ്റ് ആയിട്ട് അവരവിടെ ജീവിക്കുന്നു. മറ്റാരും അറിയാതെ ജീവിക്കാനായിട്ട് ചില ആൾക്കാർ നോക്കുന്നു. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാകും. ആസാം അക്കോർഡ് വന്നത് എന്തുകൊണ്ടാണ്? ബംഗ്ലാദേശികളായിട്ടുള്ള ആൾക്കാർ അനധികൃതമായി ആസാമിൽ പ്രവേശിച്ചിട്ട് അവിടെയുള്ള ആൾക്കാരുടെ സ്ഥലങ്ങൾ കയ്യേറുന്നുവെന്നും അവിടെയുള്ള ആൾക്കാർക്ക് കിട്ടേണ്ടുന്ന അവസരങ്ങൾ കവർന്നെടുക്കുന്നുവെന്നും പറഞ്ഞ് ആസാമിലുള്ള ആൾക്കാർ ബഹളം ഉണ്ടായപ്പോഴാണ് അവരെ കൈകാര്യം ചെയ്യുമെന്നും ആസാമിലുള്ള അവസരങ്ങൾ തദ്ദേശവാസികളായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് എന്ന് പറഞ്ഞ് രാജീവ് ഗാന്ധി ആസാം അക്കോർഡ് ഒപ്പിടുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കാണിച്ചിരുന്നത് എന്താണ്? ഇങ്ങനെയുള്ള ഇല്ലീഗലായിട്ടുള്ള ഇൻഫിൽട്രേഷൻ എന്ന് പറയുന്നതിനോട് സീറോ ടോളറൻസ് എന്നാണ് പ്രഖ്യാപിക്കപ്പെട്ടത്. നടപ്പാക്കിയില്ല എങ്കിലും അതേപോലെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയാണ് അവരുടെ നയം. ഇനി ഒരു കാര്യം കൂടി പറയാം. അതായത് അവിടെ താമസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറഞ്ഞ പോലെ അവർക്കറിയാം ഇവർ ചെയ്യുന്നത് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് എന്ന്. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യും? ഒരിക്കലും ലോ എൻഫോഴ്സ്മെന്റിന്റെ മുന്നിൽ പെടാൻ ഇവർ ശ്രമിക്കില്ല. പോലീസ് വന്നു കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഇവർ നിൽക്കില്ല. കാരണം പിടിച്ചു കഴിഞ്ഞാൽ പെട്ടു എന്നിവർക്കറിയാം. ഇവർക്ക് ലീഗലായിട്ട് ഒരു ജോലിയും അവിടെ ചെയ്യാനായിട്ട് കഴിയില്ല. കാരണം അങ്ങനെ അവർക്ക് പേയ്മെന്റ് കൊടുക്കാൻ പറ്റില്ല. ഇവർക്ക് കൃത്യമായ ബാങ്ക് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുകയോ അത് ഓവർസ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസാക്ട് ചെയ്യുകയോ ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കില്ല. ആശുപത്രി ചികിത്സയുമായി ബന്ധപ്പെട്ടവർക്ക് ഒരു ഇൻഷുറൻസ് എടുക്കാൻ കഴിയില്ല. ഇവർക്ക് സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ഇല്ല. എന്ന് വെച്ചാൽ അവർക്ക് ഭീഷണിയായിട്ട് അവിടെയുള്ള ആൾക്കാർക്ക് ഭീഷണിയായിട്ട് കഴിയുന്ന കുറേയധികം ആൾക്കാർ. അങ്ങനെയുള്ള ആൾക്കാരോട് എന്ത് തരത്തിലുള്ള അനുതാപവും സഹാനുഭൂതിയും അനുകമ്പയുമാണ് ഉണ്ടാകേണ്ടത്? ഇല്ല. ഇനി ലീഗൽ ആയിരുന്നുവെങ്കിൽ ലീഗൽ പ്രശ്നമുള്ള ആൾക്കാരെല്ലാവരും എന്ത് ചെയ്യും? എംബസിയെ കോൺടാക്ട് ചെയ്യും. അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് ചെയ്യും. ഇപ്പം നമ്മൾ അവിടെ പോവുകയാണ്, എൻ്റെ വിസ കാലാവധി 6 മാസമാണ്. ഞാൻ എന്ത് ചെയ്യും? ആ 6 മാസം പൂർണ്ണമായിട്ട് അവിടെ നിന്നതിന് ശേഷം ഒരാഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകാം എന്ന് കരുതുമോ? ഇല്ല, നമുക്ക് ടെൻഷനാണ്. കാരണം നമ്മുടെ നാടല്ല, മറ്റൊരു രാജ്യത്താണ്, അവിടുത്തെ നിയമങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ അനുകമ്പ തീരെ അർഹിക്കുന്നില്ല. കാരണം ഇവർക്കൊരു ലീഗൽ പ്രൊസീജിയർ കഴിഞ്ഞിട്ട്, അല്ലാതെ ഇന്നലെ പിടിച്ച ആളിനെ ഇന്ന് രാവിലെ ഒരു വിമാനത്തിൽ കയറ്റി പറഞ്ഞു വിടുകയല്ല. ഇവരെ അല്ലാതെ തന്നെ പിടിച്ച് ഇവരെ ഇവിടെ ഡിറ്റൻഷൻ ക്യാമ്പുകളിലാക്കി കോടതിയിൽ ഹാജരാക്കി കോടതിയിൽ തെളിവ് സമർപ്പിക്കാനുള്ളിടത്ത് അവർക്ക് തെളിവില്ലാതിരുന്നിട്ട് അവസാനം എംബസിയെ കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉപേക്ഷിച്ചിട്ട് അതും കഴിഞ്ഞതിന് ശേഷം അവർക്ക് വോളണ്ടറി ഇവിടേക്ക് വരാനുള്ള ഡിപ്പാർച്ചർ ഉണ്ട്, അതും വേണ്ട എന്ന് വെച്ചിട്ട് നിന്നിരുന്ന ആൾക്കാരെയാണ് ഈ കൊണ്ടുവരുന്നത്. ഇനി നമ്മുടെ നാട്ടിൽ ഒരു സിനിമാ തിയേറ്റർ കരുതിക്കോളൂ. സിനിമാ തിയേറ്ററിൽ പ്രവേശിക്കണമെങ്കിൽ എന്ത് വേണം? വാലിഡ് ആയിട്ടുള്ള ഒരു ടിക്കറ്റ് വേണം. ആ ടിക്കറ്റ്, ഒരു ഷോയുടെ ടിക്കറ്റ് നമ്മുടെ കയ്യിൽ ഇല്ല എങ്കിൽ നമുക്ക് ആ തിയേറ്ററിനകത്ത് കയറാൻ പറ്റുമോ? അവിടെ നിൽക്കുന്ന ആൾക്കാർ പറയും അത് പറ്റില്ല എന്ന്. ഇനി വേറൊരാളുടെ സീറ്റ് നമ്മൾ ഒക്യുപ്പൈ ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രശ്നമായി കഴിയുമ്പോൾ നമ്മളെ എന്താ ചെയ്യുക? ചേട്ടാ വരൂ, താങ്കൾക്ക് ഒരു ചുംബനം തരാം, താങ്കൾക്കൊരു പുഷ്പഹാരം അണിയിക്കുന്നുണ്ട്, എന്നിട്ട് പുറത്തേക്ക് പോയാലും. അങ്ങനെയൊന്നുമല്ല. ചിലപ്പോൾ ആ തിയേറ്ററിലുള്ള ആൾക്കാരെ പിടിച്ചൊരു പൊട്ടിയിൽ കൊടുക്കും. നിയമവിരുദ്ധമാണ്, പക്ഷേ തല്ലു കൊടുക്കും. അല്ലേ? നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. നിയമവിരുദ്ധമാണെങ്കിൽ പോലും അങ്ങനെ പ്രവർത്തിക്കുന്ന സാഹചര്യമുണ്ട്. ഇനി ആരെങ്കിലും ഒരാൾ പറയുകയാണെന്ന് വെച്ചോ, തിയേറ്ററിലെ സീറ്റുകളിലൊന്നും ഞാൻ ഇരിക്കുന്നില്ല, അവിടെ സ്റ്റെപ്പുകളുണ്ടല്ലോ, ഞാൻ സ്റ്റെപ്പിലിരുന്ന് സിനിമ കണ്ടോളാം, എൻ്റെ കയ്യിൽ ടിക്കറ്റ് എടുക്കാൻ പൈസ ഇല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് റവന്യൂ ലോസ് ഒന്നുമില്ല, സീറ്റ് ഹൗസ്ഫുൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേറെ നഷ്ടമൊന്നുമില്ല, നിങ്ങൾക്ക് ഈ ഷോ മുതലായതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എന്നാൽ നീ അവിടെ ഇരുന്നോ എന്ന് അനുവദിക്കുമോ? അല്ലെങ്കിൽ നീ ഇതാ ഒരു പ്ലാസ്റ്റിക് ചെയർ കൊണ്ട് തന്നിരിക്കാം എന്ന് പറയുമോ? ഇല്ല. അതായത് നമ്മുടെ നാട്ടിൽ ഒരു തിയേറ്ററിൽ അനുവദിക്കപ്പെടാത്ത ഒരു കാര്യം ഒരു രാജ്യത്ത് അനുവദിക്കണമെന്ന് നമ്മൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? എന്നിട്ട് ഈ ആൾക്കാർ, ഞാൻ പറഞ്ഞല്ലോ, ഫെഡറൽ നിയമം ലംഘിച്ചിരിക്കുന്ന ആൾക്കാർ കോൺവിക്റ്റ് ആണ്, കുറ്റവാളികളാണ്. ആ കുറ്റവാളികളെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ നിയമം അനുസരിച്ച് ഈ രീതിയിലേ കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അങ്ങനെ കൊണ്ടുപോകുന്ന ആൾക്കാരെ അങ്ങനെ കൊണ്ടുപോയി എന്നതിൻ്റെ പേരിൽ നമ്മൾ എന്താ പറയുന്നത്? അവർക്ക് ചുവപ്പ് പരവതാനി ഇട്ട് കൊണ്ടുവരണമെന്നായിരുന്നു?
അവർക്ക് പിന്നെ കുറച്ചുകൂടി ലക്ഷറിയസ് ആയിട്ട് ഈ സിവിലിയൻ എയർക്രാഫ്റ്റുകളിൽ ഫസ്റ്റ് ക്ലാസ്സോ ബിസിനസ് ക്ലാസ്സോ ബുക്ക് ചെയ്തിട്ട് അവരെ കൊണ്ടുവരണമെന്നാണ്. നടക്കില്ല. ഇവരങ്ങനെയല്ല ഇവിടെ പോയത്. അതുകൊണ്ട് അതിൽ യാതൊരു വിധത്തിലുള്ള അപമാനവുമില്ല. ഞാൻ കാണുന്ന അപമാനം ഈ ആൾക്കാർ നമ്മുടെ രാജ്യത്തിന് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അപമാനമാണ്. അനധികൃതമായിട്ട് മറ്റൊരു രാജ്യത്തേക്ക് കൊടിയേറി അവിടെ കഴിഞ്ഞ് ലോ എൻഫോഴ്സ്മെന്റിനെ കബളിപ്പിച്ച് അവിടെ നടന്നിരിക്കുന്ന ആൾക്കാർ വഴി ഉണ്ടായിരിക്കുന്ന അപമാനത്തെക്കാൾ ഒട്ടും കൂടുതലല്ല നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം. ഇനി മറ്റൊരു കാര്യം, ഇപ്പോൾ പല ആൾക്കാരും പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ്. അതായത് ട്രംപ് മൈ ഫ്രണ്ട്, നരേന്ദ്രമോദിയുടെ അടുത്ത ചങ്ങാതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. 2018 മുതൽ ഈ സംഭവത്തിന് മുമ്പ് വരെ 5000-ലധികം ആൾക്കാരെ, ഇന്ത്യക്കാരെ അമേരിക്ക ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വന്നിരിക്കുന്ന ആൾക്കാരെല്ലാവരും സിവിലിയൻ എയർക്രാഫ്റ്റിലാണ്. ഈ വരുന്ന ആൾക്കാരെ എല്ലാം മാർഷൽസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ അക്കമ്പനി ചെയ്യുന്നുണ്ട് എങ്കിൽ അവർ നിർബന്ധമായിട്ടും ചെയിൻഡ് ആയിരിക്കും. ചെയിൻഡ് ആയിട്ട് മാത്രമേ അവർക്ക് കൊണ്ടുവരാൻ പറ്റൂ. പക്ഷേ ഈ പറഞ്ഞ പോലെ സിവിലിയൻ എയർക്രാഫ്റ്റ് ആയതുകൊണ്ട് ഡിസ്ക്രീറ്റ് ആയിരിക്കണം. ഒരുപക്ഷെ മറ്റുള്ള ആൾക്കാർ കാണാത്ത രീതിയിലാണ്. ഇതങ്ങനെയല്ല. ഒരു ഫ്ലൈറ്റ് ഫുള്ള് ഇത്തരത്തിലുള്ള ആൾക്കാരെ മാത്രം കൊണ്ടുവരികയാണ്. അപ്പോൾ ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. കൂടുതലായിട്ടുള്ള ചെലവുകൾ വഹിച്ചുകൊണ്ട് ഒരു സിവിലിയൻ എയർക്രാഫ്റ്റിനേക്കാൾ കൂടുതൽ കോസ്റ്റിൽ അമേരിക്ക ഇത് പല രാജ്യങ്ങളിലേക്ക് ആൾക്കാരെ തിരികെ വിടുന്നുണ്ട് എങ്കിൽ അമേരിക്ക ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്താണ് ആ സ്റ്റേറ്റ്മെൻറ്റ്? അനധികൃത കുടിയേറ്റം വന്നു കഴിഞ്ഞാൽ ഒരു ഏത് സൗഹൃദ രാജ്യമാണെങ്കിലും യാതൊരു വിധത്തിലുള്ള കോംപ്രമൈസും ഇല്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഞാനീ പറഞ്ഞ 2018 ശേഷം ഇത്രയും പേര് ഇവിടെ വന്നിട്ടുണ്ട് എങ്കിൽ ആ സമയത്ത് മറ്റ് അഡ്മിനിസ്ട്രേഷൻസും ഉണ്ടായിരുന്നു. ബൈഡൻ അവിടെ ഭരിക്കുന്ന സമയമാണ്. അപ്പോഴും ഇന്ത്യയിലെ പ്രധാനമന്ത്രി ആരാ? നരേന്ദ്രമോദി തന്നെയാണ്. അപ്പോൾ നരേന്ദ്രമോദിയുടെ പവർ അന്നേരം കൂടുതലായിരുന്നത് കൊണ്ടാണോ ഈ ആൾക്കാരെ സിവിലിയൻ എയർക്രാഫ്റ്റിൽ വിട്ടത്? അല്ല. ഇന്ന് അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടായിരിക്കുന്നു. ട്രംപ് വന്നിരിക്കുന്നു. ട്രംപിന്റെ പോളിസി എന്ന് പറയുന്നത് 0 ടോളറൻസ് ആണ് ഇല്ലീഗൽ മൈഗ്രേഷനോട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കടുത്ത നിയമങ്ങൾ എടുക്കുന്നു. ആ നിയമങ്ങൾ എടുക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ കഴിയുന്ന മനുഷ്യാവകാശം എന്താണ്? ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ചെന്താമരയെ പിടിക്കുന്നു. ചെന്താമരയെ തെളിവെടുപ്പിന് കൊണ്ടുപോകുന്ന സമയത്ത് എന്ത് ചെയ്യും? സ്വതന്ത്രനായിട്ടാണോ വിടുക? ഹാൻഡ് കഫ് ഉണ്ടോ? അപ്പോൾ ഹാൻഡ് കഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ അയ്യോ മനുഷ്യാവകാശം ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നു, ചെന്താമരയെ സ്വതന്ത്രനാക്കൂ എന്ന് നമ്മൾ പറയുമോ? ഞാൻ പറഞ്ഞ ഈ ആൾക്കാർ കോൺവിക്റ്റ് ആയതുകൊണ്ട് ഇവരെ എങ്ങനെ പെരുമാറുമെന്ന് പറയാൻ കഴിയില്ല. ആ ഫ്ലൈറ്റിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട്, കൂടെയുള്ള ആൾക്കാരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ ആ രാജ്യത്തിന് കൺസേൺ ഉണ്ട്. പിന്നെ അവരുടെ ഒരു വിമാനത്തിൽ, സൈനിക വിമാനത്തിൽ ഇവിടെ കൊണ്ട് ആൾക്കാരെ വിടുകയാണെങ്കിൽ അവരെ കുഴപ്പമില്ലാതെ ഇവിടെ വിടുന്നു എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാം? അവർക്ക് തന്നെയാണ് ഉള്ളത്. അല്ലാതെ മറ്റാരുടെങ്കിലും ഒരു പ്രശ്നം അവർക്ക് അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്താണ് സംഭവിക്കുക? എല്ലാവരും കൂടി അമേരിക്ക കുറ്റം പറയും, അല്ലേ? അപ്പം ഞാൻ പറയുന്നത് ഇത് അവരുടെ ഒരു കണ്ടിന്യൂഡ് പോളിസിയുടെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു കുഴപ്പമല്ല ഇതിലുള്ളത്. നമ്മുടെ രാജ്യം ചെയ്ത ഗുണം മറ്റു പല രാജ്യങ്ങളും പറഞ്ഞിരിക്കുന്നത് പോലെ ഞങ്ങൾ ഇവിടെ ലാൻഡിംഗ് പെർമിഷൻ തരില്ല, തിരിച്ചു പോകൂ എന്നല്ല. ഇവർ നമ്മുടെ പൗരന്മാരാണ്, അതുകൊണ്ട് ഇവരിവിടെ ഇറങ്ങട്ടെ, നമ്മളിവരെ സ്വീകരിക്കുന്നു എന്ന നിലപാടെടുത്തിരിക്കുന്നത് നല്ലതാണ്. അതല്ലാതെ തീരുമാനമെടുത്തിരിക്കുന്ന കൊളംബിയ പോലെയുള്ള മറ്റ് രാജ്യങ്ങൾ അവരുടെ പൗരന്മാരെ ഡിസോൺ ചെയ്യുന്നതിന് തുല്യമാണ്. നമ്മളത് ചെയ്തില്ല. ഒരു രാജ്യത്തിൻ്റെ പരമാധികാരം അംഗീകരിക്കപ്പെടണം. ഒരു രാജ്യത്ത് പോയാൽ അവിടെ പോകാനുള്ള രീതിയിൽ പോവുക. അല്ലാതെ പോയി കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഭവിഷ്യത്തെന്ന് അറിയുക. മനുഷ്യാവകാശത്തിൻ്റെ ഒരു കാര്യം കൂടി പറയാം. ഈ ആൾക്കാരിൽ പുരുഷന്മാരെ മാത്രമേ ചെയിൻ ചെയ്തിട്ടുള്ളൂ. സ്ത്രീകളും കുട്ടികൾക്കും ചെയിൻ ചെയ്യില്ല എന്നുള്ളതാണ് അവരുടെ പോളിസി എന്ന് അവർ അറിയിച്ചു. ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, വെള്ളം കൊടുക്കുന്നുണ്ട്, മെഡിസിൻസ് ഉണ്ട്, എമർജൻസി മെഡിസിൻ ആവശ്യമുണ്ടെങ്കിൽ അതുണ്ട്, ടോയ്ലറ്റ് സൗകര്യമുണ്ട്. പിന്നെ ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇന്ന രീതിയിലത്തേക്കുള്ള, നിങ്ങൾ യൂറിനേറ്റ് ചെയ്യാനാണ് പോകുന്നത് എങ്കിൽ നിങ്ങളുടെ ചെയിൻ മാറ്റിയില്ല, മറ്റേന്ന് മറിച്ചതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നു ചേട്ടാ, നിങ്ങൾ ഡിപ്ലോമാറ്റായിട്ട് പോയതല്ല. നിങ്ങൾ അവിടെ കിടക്കേണ്ട ആൾക്കാരല്ലാത്തതുകൊണ്ട് അവർ നിങ്ങളെ ചവിട്ടിപ്പിടിച്ച് പുറത്താക്കുകയാണ്. ആ പുറത്താക്കുന്ന സമയത്ത് ഇത്രയും പരിമിതമായ സൗകര്യമേ കിട്ടൂ. അതിന് കിടന്ന് മോങ്ങിയിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും. എന്തായാലും ഈ വിഷയത്തിൽ ഒരുപാട് തരത്തിലുള്ള സംശയം ഉണ്ടായിരുന്നു. ആ സംശയത്തിനെല്ലാം ഒരു വ്യക്തമായ ഉത്തരം തന്നെ അങ്ങയുടെ വാക്കുകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്തുതന്നെയായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിന് ഒരുപാട് നന്ദി സാർ. നന്ദി പാർത്ഥ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.